1191 മുതലുള്ള ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ സീരീസ്. ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോ സീരീസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന റെഫറൻസ് റിബൽ സുൽത്താൻമാരെന്ന മനു എസ് പിള്ളയുടെ പുസ്തകമാണ്. ഇതൊരു കഥയുടെ രൂപത്തിലുള്ള പുസ്തകമല്ല, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫാക്റ്റുകളുണ്ട്. പിന്നെ വേറെയും പല റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസ് നിർമ്മിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് കാര്യമായിട്ട് വിവരങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം മുതലുള്ള ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പങ്കുവെക്കുന്നത്. വേറെയും റെഫറൻസുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നത് 1191 അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് 1191 മുതൽ ആരംഭിക്കുന്നത്. അതിനു മുൻപുള്ള വർഷങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ള ബാഹ്യശക്തികൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ ലക്ഷ്യം ഇന്ത്യ ഭരിക്കുക എന്നതായിരുന്നില്ല. ഇന്ത്യയെ ഒന്ന് ആക്രമിച്ച് അവിടെയുള്ള സ്വത്തുക്കളൊക്കെ മോഷ്ടിച്ച് മടങ്ങി അവരുടെ നാടുകളിലേക്ക് പോവുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ 1191 വ്യത്യസ്തമായിട്ടുള്ളൊരു ആക്രമണമാണ് നടന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഗോർ മേഖലകൾ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് മുഹമ്മദ് ഘോറി. മുഹമ്മദ് ഘോറിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയെ ആക്രമിച്ച് ഇവിടെ ഭരിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. അങ്ങനെ 1191 ഫസ്റ്റ് വാർ ഓഫ് തറൈൻ ആരംഭിച്ചു. ഹരിയാനയിലെ തറൈൻ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വാർ ഓഫ് തറൈൻ എന്ന പേരിൽ ഈ യുദ്ധം അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ചിരുന്നത്, അതായത് ഇന്നത്തെ ഡൽഹി എന്ന് പറയപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്നത് രാജ്പുത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ്. അതിൻ്റെ അർത്ഥം പൃഥ്വിരാജ് ചൗഹാനാണ് ഉത്തരേന്ത്യ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഭരിച്ചിരുന്നതെന്നല്ല. രാജ്പുത്ത് ഉണ്ട്, വിവിധ മേഖലകൾ രാജ്പുത്തുകൾ ഭരിക്കുന്നുണ്ട്. എന്നാൽ രാജ്പുത്തുകളിൽ വലിയ ഐക്യമൊന്നുമില്ല. അവരെല്ലാം വിഘടിച്ച് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ഘോറി ആദ്യം ആക്രമിക്കുന്നത് സരഹിന്ദ് കോട്ടയാണ്. സരഹിന്ദ് കോട്ട ആക്രമിച്ച് അദ്ദേഹം കീഴ്പ്പെടുത്തി. ഇനിയാണ് അദ്ദേഹത്തിന് ഡൽഹിയിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത്. ഈ ഒരു പിടിച്ചടക്കൽ മനസ്സിലാക്കിയ പൃഥ്വിരാജ് ചൗഹാൻ മറ്റ് രജപുത്തുമായിട്ട് കൂടിച്ചേർന്ന് കൂട്ടമായിട്ട് ഒരു ആക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചു. രാജ്പുത്തുകളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ കാലാൾപ്പടയും ആനപ്പടയുമാണ്. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ആനപ്പട രാജ്പുത്തുകളുടെ ആണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഈ ശക്തമായിട്ടുള്ള കാലാൾപ്പടയും ആനപ്പടയും ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്പുത് രാജാവായ പൃഥ്വിരാജ് ചൗഹാൻ സരഹിന്ദ് കോട്ടയ്ക്ക് നേരെ യുദ്ധത്തിനായി പുറപ്പെടുന്നത്. അവിടെ അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് അരങ്ങേറിയത്. മുഹമ്മദ് ഘോറിയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയാണ്. കുതിരപ്പടയ്ക്ക് അതിവേഗതയിൽ യാത്ര ചെയ്യാനൊക്കെ സാധിക്കും, പെട്ടെന്ന് പോയി ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ ഈ കുതിരപ്പട കാര്യമായിട്ട് ആനകളെ ഒന്നും കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ശക്തരായിട്ടുള്ള വളരെ വലിപ്പത്തോടു കൂടിയിട്ടുള്ള ആനകളെ കണ്ട് പല കുതിരകളും തിരിഞ്ഞോടിയ ചരിത്രമാണുള്ളത്. അത്തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളെ തുടർന്ന് മുഹമ്മദ് ഘോറി ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നാടായ ഗോറിലേക്ക് തന്നെ ഓടിപ്പോയി. പക്ഷേ ഇവിടെ പൃഥ്വിരാജ് ചൗഹാൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും അവർക്ക് വീണ്ടും വന്ന് ആക്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ യുദ്ധം നടക്കുന്നതിന് മുൻപ് ഡൽഹിയിൽ എന്താണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ രാജ്പുത്തുകളുടെ ശക്തി എന്താണെന്നോ അവരുടെ ആനപ്പട എങ്ങനെയാണെന്നോ ഒന്നും മുഹമ്മദ് ഘോറിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ധാരണകളോടുകൂടിയാണ് അവർ ഓടി അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ അറിവ് ഉപയോഗിച്ച് അവർക്ക് വീണ്ടും ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ ഓടിപ്പോയ ആളെ പിന്തുടർന്ന് വകവരുത്തുന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കൊന്നും രാജ്പുത്ത് കടക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം അത് അവരുടെ മാത്രം സ്വന്തമായിരിക്കണം. അല്ലാതെ ഈ മുഹമ്മദ് ഘോറി പോയ ആ പ്രദേശം കൂടി കീഴടക്കാനോ അല്ലെങ്കിൽ മുഹമ്മദ് ഘോറിയെ തന്നെ പിന്തുടർന്നു പോയി വകവരുത്താനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. രാജ്പുത്തുകൾ ധീരന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഓടി രക്ഷപ്പെടുന്ന ശത്രുവിനെ പിന്തുടർന്നു പോയി വകവരുത്തുന്നത് ധീരതയ്ക്ക് ചേർന്നിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിടുന്നത്. എന്നാൽ മുഹമ്മദ് ഘോറി കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു സേനയുമായി ഇതേ ഡൽഹിയിലേക്ക് തന്നെ കടന്നു വന്നു. അതാണ് രണ്ടാം തറൈൻ യുദ്ധം. യുദ്ധം നടക്കുന്ന തറൈൻ മേഖലയിൽ രണ്ട് കൂട്ടരും തമ്പടിച്ചു. ഒരു ഭാഗത്ത് ഘോറിയുടെ സേന, മറുഭാഗത്ത് പൃഥ്വിരാജ് ചൗഹാൻ്റെ സേന. പൃഥ്വിരാജ് ചൗഹാൻ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിലാണ് ധീരമായിട്ട് അദ്ദേഹത്തിന് മുഹമ്മദ് ഗോറിയെ വകവരുത്താൻ സാധിച്ചത്. ഇത്തവണയും മറിച്ചൊന്നും സംഭവിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ മുഹമ്മദ് ഗോറി വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാൻ മാത്രമല്ല, അവിടെ ഒരു ചതിയും ഒളിഞ്ഞിരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം ആരംഭിക്കാമെന്നുള്ള ചിന്തയിലാണ് രണ്ട് കൂട്ടരും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഉറക്കമൊന്നുമില്ല. രാത്രിയിൽ പോലും അവർ ജാഗരൂകരായിട്ടാണ് നിൽക്കുന്നത്. 1-2 ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗോറി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അദ്ദേഹം ഒരു കത്ത് ഒരു ദൂതൻ വഴി പൃഥ്വിരാജ് ചൗഹാന് അയച്ചു കൊടുത്തു. ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. എനിക്ക് യുദ്ധത്തിന് മുൻപ് എൻ്റെ സഹോദരനുമായിട്ട് ഒന്ന് സംസാരിക്കണം. സഹോദരനുമായിട്ടൊന്ന് സംസാരിച്ചൊരു ധാരണയിലെത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ യുദ്ധം ആരംഭിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ രാജ്പുത്തിലുള്ള സൈനികർ, അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് റിലാക്സ്ഡായി. ആ രാത്രിയിൽ കുറച്ചുകൂടെ സുഖകരമായിട്ട് ഉറങ്ങാമെന്നാണ് അവർ ചിന്തിച്ചത്. കുറേ ആളുകളൊക്കെ ഉണർന്നിരുന്നെങ്കിലും എല്ലാവരിലും അലസതയാണ് വ്യാപിച്ചത്. കാരണം ഇപ്പോൾ യുദ്ധം നടക്കാൻ പോകുന്നില്ല, 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് മാത്രമേ യുദ്ധം നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ അത് മുഹമ്മദ് ഗോറിയുടെ ഒരു ചതിയായിരുന്നു. അത് മനസ്സിലാക്കാൻ രജ്പുത്തുകൾക്ക് സാധിച്ചില്ല. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പാതിരാത്രിയും കഴിഞ്ഞ് വെളുപ്പിനെയോടുകൂടി മുഹമ്മദ് ഗോറിയുടെ സേന ഇവരുടെ ആ തമ്പടിച്ച് കിടക്കുന്ന പ്രദേശത്തെ ആക്രമിച്ചു. മിക്ക സൈനികരും നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന് അവർ യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആ യുദ്ധത്തിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇരുട്ടാണ്. ഇരുട്ടത്ത് കാര്യമായി യുദ്ധം ചെയ്തിട്ടുള്ള ശീലമൊന്നും രജപുത്തുകൾക്കില്ല. പക്ഷേ മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിൻ്റെ കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയാണ്. ആ കുതിരപ്പടയ്ക്ക് ഇരുട്ടത്ത് നന്നായിട്ട് യുദ്ധം ചെയ്ത് പരിചയവുമുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതി കൂടി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. പൃഥ്വിരാജ് ചൗഹാൻ്റെ ശക്തി അത് ആനപ്പടയും കാലാൾപ്പടയുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ആനപ്പടയ്ക്കും കാലാൾപ്പടയ്ക്കും കാര്യമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും നല്ല ഭാരമേറിയിട്ടുള്ള പടച്ചട്ടകളാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അതിനുപരിയായി കുതിരയുടെ അത്രയും വേഗതയിലൊന്നും ഒരിക്കലും ആനയ്ക്കും മനുഷ്യനും സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നത് കുതിരപ്പടയ്ക്കാണ്. കുതിരപ്പട ഉള്ളത്, ശക്തമായിട്ടുള്ള കുതിരപ്പട ഉള്ളത് അത് മുഹമ്മദ് ഗോറിക്കുമാണ്. മുഹമ്മദ് ഗോറി അദ്ദേഹത്തിൻ്റെ കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 5 കുതിരപ്പടയും വ്യത്യസ്തമായിട്ടുള്ള 5 ഡിറക്ഷനിലൂടെയാണ് ആക്രമിക്കുന്നത്. 4 കുതിരപ്പടകൾ കൃത്യമായിട്ട് 4 ഡിറക്ഷനിലൂടെ ആക്രമിക്കുന്നു. എന്നാൽ 5ാമത്തെ ഒരു കുതിരപ്പട ആദ്യം ആക്രമിക്കാൻ വരുന്നത് പോലൊന്ന് ഭാവിച്ചിട്ട് അതിനുശേഷം ഭയന്ന് പിന്മാറുന്നു എന്ന രീതിയിൽ പുറകിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. മധ്യഭാഗത്ത് ഏകദേശം ട്രാപ്പ് ചെയ്യപ്പെട്ട നിലയിലാണ് പൃഥ്വിരാജ് ചൗഹാൻ്റെ സേനയുള്ളത്. ആ സേനയെ സംബന്ധിച്ചിടത്തോളം ഒരു സേന പിന്മാറുന്നു. അതായത് മുഹമ്മദ് ഗോറിയുടെ 5 വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പ് പിന്മാറുന്നു. അവരല്പം ദുർബലരാണ്, അവരെ പുറകിന് പോയി ആക്രമിക്കാമെന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ ഘട്ടത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ സേനയ്ക്കുണ്ടായിരുന്നത്. ഇങ്ങനെ പിന്മാറിയ ആ സൈനിക ഗ്രൂപ്പിൻ്റെ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന രജപുത്ത് സൈനികർ അവർ വെച്ചുപിടിച്ചു. അവരങ്ങനെ ആ പിന്മാറിയ സേനയുടെ പിന്നാലെ പോകുന്നത് കാരണം അവരുടെ സൈനിക വിന്യാസത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത് വലിയ രീതിയിൽ മുതലാക്കാൻ മറ്റ് പിന്മാറാതെ അവിടെ യുദ്ധത്തിൽ തന്നെ ഉണ്ടായിരുന്ന 4 കുതിരപ്പടകൾക്ക് സാധ്യമായി. ഇരുട്ടിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. പിന്നെ ഒരു ചതി അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇവരാരും യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല, ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ കാലതാമസമുണ്ടായി. അതിനിടയിൽ കുറേയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവരുടെ സൈനിക വിന്യാസത്തിൽ തന്നെ കോട്ടങ്ങൾ സംഭവിച്ചു. അതിലൂടെ കനത്ത പരാജയമാണ് പൃഥ്വിരാജ് ചൗഹാൻ്റെ സേനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതൊരു വലിയ തുടക്കമായിരുന്നു, ഒരു വലിയ ചരിത്രത്തിന് തുടക്കം. ആദ്യമായിട്ട് ഒരു ബാഹ്യശക്തി, ഒരു മുസ്ലിം ഡൈനാസ്റ്റി ഇവിടെ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ മുഹമ്മദ് ഗോറി നേരിട്ട് ഭരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഭരിക്കാനായി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ട്, ഗോർ പ്രദേശമുണ്ട്. അവിടെ തന്നെ ഭരിക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ ഇന്ത്യയെ ഉപേക്ഷിച്ച് പോകാൻ അല്ലെങ്കിൽ ഡൽഹിയെ ഉപേക്ഷിച്ച് പോകാനും അദ്ദേഹത്തിന് സാധിക്കില്ല. വലിയ വലിയ സാമ്രാജ്യങ്ങളുള്ള രാജാവ് എല്ലാ മേഖലയും ഒരുപോലെ ഭരിക്കില്ല. അദ്ദേഹം ഒരുപാട് ഗവർണർമാരെ ഏർപ്പാടാക്കും. അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ അത്തരത്തിലാണ് വലിയ പ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ തുരുത്തുകൾ അല്ലെങ്കിൽ പ്രൊവിൻസുകൾ ഉണ്ടാക്കി ആ പ്രൊവിൻസുകളൊക്കെ ഭരിക്കാനായിട്ട് അവരുടെ ജനറൽമാരെ, അതായത് പട്ടാളക്കാരായിട്ടുള്ള ജനറൽമാരെ ഗവർണർമാരാക്കി മാറ്റും.
ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഡൽഹി ഭരിക്കാനായിട്ട് രജ്പുത്തുകളുടെ ആ സാമ്രാജ്യം ഭരിക്കാനായി അദ്ദേഹം നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു അടിമയാണ്, കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം അവിടുത്തെ ഒരു രാജാവല്ല, ഒരു ഗവർണർ മാത്രമാണ്. ആ പ്രദേശം, അതായത് ഡൽഹി അടങ്ങുന്ന ആ ഒരു പ്രദേശം, അതൊരു രാജ്യമല്ല, അത് ഘോർ മേഖലയുടെ അണ്ടറിൽ വരുന്ന ഒരു ചെറിയ പ്രൊവിൻസ് മാത്രമാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1206 മുഹമ്മദ് ഗോറി മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് ആ മേഖല ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം അവിടുത്തെ ചക്രവർത്തി അല്ലെങ്കിൽ രാജാവായിട്ട് മാറി. ഇതാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ തുടക്കം. ഡൽഹി സുൽത്താനേറ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അവിടുത്തെ രാജാവ്, അതായത് കുത്തുബുദ്ദീൻ ഐബക്ക്, ഒരു സുൽത്താനായിട്ട് മാറിയിട്ടില്ല. സുൽത്താൻ സ്ഥാനം ഇവിടെയുള്ള രാജാവിന് ലഭ്യമാകുന്നത് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ്. അത് നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ പറയാം. പുതിയതായിട്ട് അദ്ദേഹം ഒരു രാജ്യമുണ്ടാക്കി. പുതിയതായിട്ടല്ല, ഓൾറെഡി ഉള്ള രാജ്യം തന്നെയാണ്. പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഡൈനാസ്റ്റിയുടെ അണ്ടറിലുള്ള ഒരു രാജ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഈ ഡൈനാസ്റ്റിയാണ് മാംലൂക്ക് ഡൈനാസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാംലൂക്ക് എന്ന് പറയുന്നത് ഒരു അറബിക് പദമാണ്. ആ അറബിക് പദത്തിൻ്റെ അർത്ഥം നമ്മൾ പൊസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടിമ എന്നൊക്കെയാണ്. അതായത് ഒരു അടിമ സാമ്രാജ്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു അടിമ, മുൻകാലത്ത് അടിമയായിരുന്ന ഒരു വ്യക്തി അവിടുത്തെ രാജാവായി ആ പ്രദേശം അടക്കി ഭരിക്കാൻ തുടങ്ങി. കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹിയിലും അജ്മീറിലുമൊക്കെ മുസ്ലിം പള്ളികൾ സ്ഥാപിച്ചു. ഡൽഹിയിൽ കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചു. അദ്ദേഹം വളരെ ജനറസ് ആയിട്ടുള്ള ഒരുപാട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സാമ്യമുള്ള ഒരു പേരും അദ്ദേഹത്തിന് വീണ് കിട്ടി, ലാഖ് ബക്ഷ്. പക്ഷേ അധിക നാൾ അദ്ദേഹത്തിന് രാജാവായിട്ടിരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു കായിക പ്രേമിയാണ്. പ്രധാനമായിട്ടും അദ്ദേഹം കളിച്ചിരുന്നത് പോളോ ആണ്. അതായത് കുതിരപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഹോക്കി പോലുള്ള ഒരു കളിയാണ്. ആ കളിക്കിടയിൽ അദ്ദേഹം കുതിരപ്പുറത്തു നിന്നും മറിഞ്ഞു വീണ് 1210 മരണമടഞ്ഞു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് അധികാരത്തിലേക്ക് വരേണ്ടത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. പക്ഷേ മകന് കാര്യമായിട്ടുള്ള പ്രായമുണ്ടായിരുന്നില്ല, കൊച്ചു പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന ഇൽത്തുമിഷാണ് അടുത്ത ചക്രവർത്തിയായിട്ട് മാറുന്നത്. പക്ഷേ ഇൽത്തുമിഷിൻ്റെ ഭരണം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ മംഗോളുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർ നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ നിന്നൊക്കെ ഈ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ആക്രമണം നടത്തി ഇവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിക്കുന്നത്. കൂടാതെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നോബിൾമെൻസ് ഉണ്ട്. അതായത് വളരെ കുലീനരായിട്ടുള്ള അല്ലെങ്കിൽ കുലീനൻ എന്ന് സ്വയം പറയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവർ പൂർണ്ണമായിട്ടും തുർക്കികളാണ്. അതായത് അഫ്ഗാനികളെക്കാൾ കുറേ കൂടെ ഉയർന്ന തലത്തിലുള്ള ആളുകളാണെന്ന് ആ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തുർക്കികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. അത് കൃത്യമായിട്ട് 40 പേരാണ്. ചാഹൽഗാനി എന്ന പേരിലാണ് ഈ 40 പേരും അറിയപ്പെടുന്നത്. ചാഹൽഗാനിക്ക് ശരിക്കും ഈ ചക്രവർത്തിയേക്കാൾ അല്ലെങ്കിൽ രാജാവിനേക്കാൾ കുറച്ചുകൂടെ ശക്തി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. വേണമെങ്കിൽ അവർക്ക് ഈ രാജാവിനെ മറിച്ചിട്ട് സ്വയം ഭരണം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ ഉള്ള ശേഷിയുണ്ട്. അപ്പോൾ അവരിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇൽത്തുമിഷ് അതിവിദഗ്ധമായിട്ടാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തത്. അദ്ദേഹം മിലിറ്ററിയെ കുറേ കൂടി ശക്തിപ്പെടുത്തി. വളരെ ദീർഘവീക്ഷണമുണ്ടായിരുന്ന രാജാവാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഫോർട്ടുകൾ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ പല മേഖലകളിലായിട്ട് സ്ഥാപിക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്ഥാപിച്ച ഫോർട്ടുകളുടെ സഹായത്തോടു കൂടിയാണ് പിന്നീട് ഒരുപാട് വർഷക്കാലത്തേക്ക് ഡൽഹി സുൽത്താനേറ്റിന് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിക്കാൻ സാധിച്ചത്. സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമായിരുന്നില്ല, തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് പല സാമ്രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ പോലും അദ്ദേഹം മുതിർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബംഗാളിനെ ആക്രമിച്ച് ആ പ്രദേശം അദ്ദേഹം സ്വന്തമാക്കി മാറ്റിയത്. കൂടാതെ മറ്റ് ചില രജപുത് രാജ്യങ്ങൾ അല്ലെങ്കിൽ രജപുത് വിഭാഗങ്ങളെ ആക്രമിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. രജപുത്തുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായില്ല. രജപുത്തുകളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്ന ഡൽഹി മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പിന്നീട് തെക്ക് ഭാഗത്തേക്ക്, അതായത് സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തേക്കും അതുപോലെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ, അതായത് പഞ്ചാബൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലുമൊക്കെ ആ കാലഘട്ടത്തിൽ രജ്പുത്തുകളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രാജാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രജ്പുത്തുകളുടെ രന്തംപോർ, ഗ്വാളിയാർ മേഖലകളിൽ ഉണ്ടായിരുന്ന ഫോർട്ടുകൾ അദ്ദേഹം പിടിച്ചെടുത്തു. ഈ ഫോർട്ടുകൾ പിടിച്ചെടുത്തതിലൂടെ നിർണായകമായിട്ടുള്ള പല ട്രേഡ് റൂട്ടുകളും അദ്ദേഹത്തിൻ്റെ ഡൽഹി സാമ്രാജ്യത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചു.
അങ്ങനെ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടുമൊക്കെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടമാണ് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടം. ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം തങ്ക എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളി നാണയങ്ങളും ജിറ്റാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കോപ്പർ നാണയങ്ങളും അച്ചടിച്ചു. സുഖകരമായിട്ടുള്ള ഭരണത്തിനു വേണ്ടി മൊത്തം രാജ്യത്തെ ഇക്തകൾ എന്ന പേരിൽ പല പല ചെറിയ പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഇക്തകളും ഭരിക്കാനായിട്ട് പ്രത്യേകം ഗവർണർമാർക്കും അദ്ദേഹം ചാർജ് കൊടുത്തു. ഇങ്ങനെ ഇക്തകളായിട്ട് ഡിവൈഡ് ചെയ്തതോടുകൂടി കൂടുതൽ സുഖപ്രദമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ മാനേജബിളായിട്ട് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനും കൂടുതൽ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും സാധിച്ചു. ഈ ഇക്തകളിൽ നിന്ന് തന്നെ അവർ കൂടുതലായിട്ട് സൈനികരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ ആർമിയെ കുറച്ചുകൂടെ ശക്തമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇൽത്തുമിഷിൻ്റെ പൂർവികനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഡൽഹിയിൽ കുത്തബ് മീനാർ പണിയുക എന്നുള്ളത്. അത് അദ്ദേഹം തുടങ്ങി വെച്ചെങ്കിൽ പോലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ആ മനോഹരമായിട്ടുള്ള സൗധം പണി കഴിപ്പിച്ചത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത്തരത്തിൽ വളരെ വിദഗ്ധമായിട്ട് ആ പ്രദേശം ഭരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട ബാഗ്ദാദ് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഖലീഫ ഇൽത്തുമിഷിന് ഒരു സ്ഥാനം കൊടുത്തു, സുൽത്താൻ സ്ഥാനം കൊടുത്തു. അതോടുകൂടിയാണ് ഡൽഹി സുൽത്താനേറ്റ് അക്ഷരാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അവിടുത്തെ രാജാവിന് സുൽത്താൻ എന്ന പദം ലഭിക്കുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലഘട്ടം അത് ഡൽഹി സുൽത്താനേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമാണ്. ഒരുപാട് നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ അവർക്ക് കൈവരിക്കാൻ സാധിച്ചു. എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ടെന്ന് പറയുന്നത് പോലെ ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിനും ഒരു ഒടുക്കമുണ്ടായി. നീണ്ട 26 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം രോഗശയ്യയിലായി. രോഗശയ്യയിൽ വെച്ച് അദ്ദേഹം ഒരു ഉത്തരവിറക്കി. എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ്. തൻ്റെ പിൻഗാമി ആരാണെന്ന് പറയാനുള്ള ഒരു അവസരമാണല്ലോ അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോഴുള്ളത്. അദ്ദേഹം ആ പേര് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ആൺമക്കളുണ്ട്. എന്നാൽ ആ ആൺമക്കളുടെ പേരൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ്, റസിയ സുൽത്താന. അത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം വലിയൊരു അത്ഭുതമായിരുന്നു. ഇത്രയും ആൺമക്കൾ ഉണ്ടായിട്ടും എന്തിനാണ് റസിയ സുൽത്താൻ്റെ പേര് പറഞ്ഞത്? റസിയ സുൽത്താനയുടെ പേര് പറയാൻ ഒരു കാരണമുണ്ട്. ഇൽത്തുമിഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആൺമക്കൾക്ക് ആർക്കും തൻ്റെ രാജ്യത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള ശേഷിയില്ല. ആ ശേഷിയുള്ളത് തൻ്റെ മകളായ റസിയ സുൽത്താനയ്ക്കാണ്. ഇൽത്തുമിഷ് മരണമടഞ്ഞു. പക്ഷേ അവിടെ പവർഫുള്ളായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചാഹൽ ഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന 40ഓളം വരുന്ന ടർക്കിഷ് നോബിൾമാൻ, അവർക്ക് ഇത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു പെണ്ണ് രാജ്യം ഭരിക്കുന്നത് അവരെ കൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസിയ സുൽത്താനയെ ചക്രവർത്തി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചക്രവർത്തിനി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ മരണമടഞ്ഞ ഇൽത്തുമിഷിൻ്റെ ഒരു മകനായ റുക്കുദ്ദീൻ ഫിറോസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. പക്ഷേ റുക്കുദ്ദീൻ ഫിറോസിന് ഈ അധികാരത്തിനോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സുഖകരമായിട്ട് ജീവിക്കുന്നതിനോട് മാത്രമായിരുന്നു താല്പര്യം. പവറിനോട് അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ആകർഷണവും തോന്നിയില്ല. വളരെ സ്ത്രീലംബരനായിട്ടുള്ള, എല്ലായ്പ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് റുക്കുദ്ദീൻ ഫിറോസ്. ഏതൊരു സ്ത്രീയെ കണ്ടാലും ആ സ്ത്രീയോട് ഒരു ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്ത്രീയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ അനേകം സ്ത്രീകളെയാണ് ഈ ക്രൂരനായിട്ടുള്ള സുൽത്താൻ പീഡനത്തിന് ഇരയാക്കിയത്. ഭരണത്തിലേക്കൊന്നും അദ്ദേഹം ഒരു രീതിയിലും എത്തി നോക്കിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഭരണകാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. മകൻ ഭരിക്കാത്തതിനാൽ പിന്നീട് കോർട്ട് റൂമിലേക്ക് പോകുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയായ ഷാ ടുർഖാനാണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള, വളരെ ഹാർഷായിട്ടുള്ള ഭരണമായിരുന്നു അവരുടേത്. വളരെ മോശമായിട്ടാണ് പല ആളുകളോടും പെരുമാറിയിരുന്നത്. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ചാഹൽഖാനിയിൽപ്പെട്ട പല നോബിൾ പുരുഷന്മാർക്കും അവരുടെ ഭരണത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വളരെ മോശമായ രീതിയിലാണ് ഈ ചാഹൽഖാനിയിലുള്ള ഓരോരുത്തരോടും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചാഹൽഖാനി അമ്മയും മകനെയും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഒടുവിൽ ഇൽത്തുമിഷ് ആഗ്രഹിച്ചതുപോലെ തന്നെ റസിയ സുൽത്താനയ്ക്ക് അധികാരം ലഭിച്ചു. ഇൽത്തുമിഷ് ചിന്തിച്ചതുപോലെ തന്നെ തൻ്റെ ആൺമക്കളെക്കാൾ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു റസിയ സുൽത്താന. റസിയ സുൽത്താനയ്ക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഭരണകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. പക്ഷേ റസിയ സുൽത്താനയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു മികച്ച തീരുമാനമാണ്. പക്ഷേ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചാഹൽഖാനികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമാണ്. റസിയ സുൽത്താനയുടെ ചിന്താഗതി അനുസരിച്ച് ഒരു വ്യക്തിയുടെ കഴിവിനാണ് പ്രാധാന്യം, അല്ലാതെ ഏത് കുലത്തിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളതിന് പ്രാധാന്യമില്ല.
പൂർണ്ണമായിട്ടും 100% തുർക്കിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു അടിമയാണെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പദവികൾ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കുകയും ചെയ്തു. ആ ഒരു നടപ്പിലാക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അബിസീനിയൻ അടിമയായിരുന്ന ജമാലുദ്ദീൻ യാക്കുത്തിനെ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന തുർക്കികളായിട്ടുള്ള നോബിൾമെന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അവർ പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. ആ പദ്ധതികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ബട്ടിൻഡ എന്ന പ്രവിശ്യയിലെ ഗവർണറായിരുന്ന മാലിക് അൽത്തൂനിയയാണ്. മാലിക് അൽത്തൂനിയ ചാഹൽഗാനിയിലെ ഒരു അംഗമാണ്. അദ്ദേഹം മറ്റ് അംഗങ്ങളുമായിട്ട് ചേർന്ന് പല കുതന്ത്രങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ റസിയ സുൽത്താനയ്ക്ക് ഈ അബിസീനിയൻ അടിമയായിട്ടുള്ള യാക്കൂത്തിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ തമ്മിൽ എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ ആരംഭിച്ചു. ആളുകൾക്കിടയിലേക്ക് ഇവർ തമ്മിലുള്ള മോശമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പല കഥകളും അടിച്ചിറക്കി. പക്ഷേ അതൊരു വികലമായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അത് കാര്യമായിട്ട് വിജയിച്ചില്ല. റസിയ സുൽത്താനയ്ക്ക് അപ്പോഴും ഉയർന്ന റെപ്യൂട്ടേഷനാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് മാലിക് അൽത്തൂനിയ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്ലാൻ ആരംഭിക്കുന്നത്: ആക്രമിക്കുക. അദ്ദേഹം നിലവിൽ ബട്ടിൻഡ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു ഗവർണർ മാത്രമാണ്. അതായത് പൂർണ്ണമായിട്ടുള്ള അധികാരം അവിടെയില്ല. രാജാവിൻ്റെ അല്ലെങ്കിൽ റസിയ സുൽത്താനയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് അവിടെ ഭരണകാര്യങ്ങളൊക്കെ നടപ്പിലാക്കാം. നേരിട്ടുള്ള അധികാരം അദ്ദേഹത്തിനാണെങ്കിൽ പോലും ശരിക്കും ആ പ്രദേശത്തിൻ്റെ സുൽത്താൻ എന്ന് പറയുന്നത് റസിയ സുൽത്താനയാണ്. അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി: ഈ പ്രദേശം ഇനി ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഭാഗമല്ല. റസിയ സുൽത്താനയെ ഞങ്ങൾ നിരാകരിക്കുന്നു. അവർ ഞങ്ങളുടെ ഭരണകർത്താവല്ല. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്. റസിയ സുൽത്താനയും യാക്കുത്തും അവരുടെ സേനയുമായി ബട്ടിൻഡ കേന്ദ്രീകരിച്ച് യാത്ര പുറപ്പെട്ടു. അവിടെ ഒരു വലിയ യുദ്ധം ആരംഭിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ റസിയ സുൽത്താനയുടെ സേനയ്ക്കാണ് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. യാക്കൂത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. നമ്മൾ ചിന്തിക്കുക, മാലിക് അൽത്തൂനിയ റസിയ സുൽത്താനയെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുമെന്നാണ്, അല്ലെങ്കിൽ തടവിൽ പാർപ്പിക്കുമായിരിക്കും, അതുമല്ലെങ്കിൽ നാട് കടത്തുമായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത്. അവിടെ നടന്നത് ഒരു വിവാഹമാണ്. അൽത്തൂനിയ റസിയ സുൽത്താനയെ വിവാഹം ചെയ്തു, അദ്ദേഹത്തിൻ്റെ പത്നിയാക്കി മാറ്റി. എന്തുകൊണ്ടാണ് അദ്ദേഹം വിവാഹം ചെയ്തതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അത് ഒരു ബലപ്രയോഗത്തിലൂടെയുള്ളൊരു വിവാഹമാണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പിന്നീടുള്ള ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. ശരിക്കുമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഒന്നിച്ച് ഇവർ യുദ്ധത്തിൽ പോലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ റസിയ സുൽത്താനയ്ക്ക് തൻ്റെ സുൽത്താൻ സ്ഥാനം നഷ്ടപ്പെട്ടു. അതുപോലെ അൽത്തൂനിയയ്ക്കും ആ സ്ഥാനം ലഭിച്ചില്ല. ഇവിടെ വ്യത്യസ്തമായിട്ട് ഒരു കളി കളിച്ചത് ചാഹൽഗാനികളാണ്. ചാഹൽഗാനികൾ റസിയ സുൽത്താനെ അങ്ങ് പുറത്താക്കി. അതിനു പകരം ഇൽത്തുമിഷിൻ്റെ മറ്റൊരു മകനായ ബഹ്റം ഷായെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. റസിയ സുൽത്താനയ്ക്കും അൽത്തൂനിയയ്ക്കും ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. തീർച്ചയായിട്ടും അവർ അവരുടെ സേനയുമായി ബട്ടിൻഡയിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ യുദ്ധത്തിൽ അവർക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന സൈനികരൊക്കെ യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ച് പിന്മാറുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. ഒടുവിൽ അവിടെ നിന്നും അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഈ ബട്ടിൻഡയിലേക്ക്. പല കുഗ്രാമങ്ങളിലൊക്കെ താണ്ടിയിട്ട് വേണം അവർക്ക് ഈ ബട്ടിൻഡയിൽ മടങ്ങിയെത്താൻ. അത്തരത്തിലുള്ള ഒരു കുഗ്രാമമാണ് ഹരിയാനയിലെ കൈത്താൽ. മറ്റ് സൈനികരുടെ ഒരു രീതിയിലുള്ള അകമ്പടിയുമില്ലാതെ ഇവർ രണ്ടുപേരും തനിച്ച് ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് ഗ്രാമവാസികൾ കണ്ടു. വിദഗ്ധമായി മുഖമൊക്കെ മറച്ച് അവരുടെ ഐഡൻറ്റിറ്റി തന്നെ മറച്ചുകൊണ്ട് പോകാനായിരുന്നു അവരുടെ പദ്ധതി. കാരണം ഇത് അവരുടെ രാജ്യമല്ല, ഇപ്പോൾ ബട്ടിൻഡ മാത്രമാണ് അവരുടെ ഒരു പ്രവിശ്യ. ഈ പറയപ്പെടുന്ന പ്രദേശം അത് റസിയ സുൽത്താന മുമ്പ് ഭരിച്ചിരുന്ന പ്രദേശമാണ്. പക്ഷേ അത് അവർക്ക് സ്വന്തമായിട്ടുള്ള പ്രദേശമല്ല. നിലവിൽ ബഹർഷാം എന്ന് പറയുന്ന പുതിയൊരു ഭരണാധികാരി അധികാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും രാജ്യദ്രോഹികളാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമവാസികൾ ഇവരെ ക്രൂരമായിട്ട് തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത്. ബഹ്റം ഷാ അധികാരത്തിലേറി. അദ്ദേഹത്തിന് പക്ഷേ പൂർണ്ണമായിട്ട് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അധികാരം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഉള്ളത് ചാഹൽഗാനിക്കാണ്. അദ്ദേഹത്തെ ഒരു പപ്പറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പാവയായിട്ട് മാത്രമാണ് ആ സ്ഥാനത്ത് ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്.
നല്ല ഒരു ലീനിയേജുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള രാജ്യപാരമ്പര്യമുള്ള ഒരു വ്യക്തിയെ വേണം ആ സ്ഥാനത്തിരുത്താൻ. അതിനുവേണ്ടി മാത്രമാണ് ബഹ്റം ഷായെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഭരണം പൂർണ്ണമായിട്ടും ഇപ്പോൾ ചാഹൽഗാനികളുടെ കൈകളിലാണ്. ചഹൽഗാനികൾ ഇത്തരത്തിൽ ഭരിക്കുന്നതിനോട് ബഹ്റം ഷായ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സുഖകരമായിട്ട് ജീവിക്കണമെന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അധികാരം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു തോന്നലുണ്ടായി. കുറേശ്ശെയായി കോർട്ടിലേക്ക് വരികയും അവിടുത്തെ പല ഡിസ്കഷനുകളിലും അദ്ദേഹം ഇടപെടുകയും ചെയ്തു. പതിയെ പതിയെ അധികാരം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്ന ഘട്ടത്തിൽ ചാഹൽഗാനികൾ അത് എതിർത്തു. ബഹ്റം ഷാ, നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല, അതുകൊണ്ട് ഈ സ്ഥാനത്തു നിന്നൊന്ന് മാറുക, ഞങ്ങൾ പകരം പുതിയൊരു സുൽത്താനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ബഹ്റം ഷാ അധികാരത്തിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും അവർ നീക്കം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇൽത്തുമിഷിൻ്റെ കൊച്ചുമകനായ അലാവുദ്ദീൻ മസൂദ് ഷായെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഇവിടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. എങ്ങനെയാണോ ബഹ്റം ഷായെ അധികാരത്തിൽ കൊണ്ടുവന്നത് അതേ രീതിയിൽ തന്നെയാണ് അലാവുദ്ദീനെയും ഇപ്പോൾ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പപ്പറ്റ് മാത്രമാണ്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അലാവുദ്ദീനും ആ അധികാരത്തോട് ഒരു താല്പര്യം തോന്നി. പതിയെ അധികാരം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തെയും അവർ വകവരുത്തി. നീക്കം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ഇത്തവണ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയില്ല. കൊലപ്പെടുത്തിയത് ബഹ്റം ഷായെ മാത്രമാണ്. പിന്നീട് നസറുദ്ദീൻ മഹമൂദിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നസറുദ്ദീൻ കുറേ കൂടെ സമാധാനപ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അധികാരത്തോടോ അല്ലെങ്കിൽ മറ്റ് സുഖകരമായിട്ടുള്ള ജീവിതത്തോടോ ഒന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലാ സമയവും അദ്ദേഹം പ്രാർത്ഥനാ കാര്യങ്ങൾ മാത്രം മുഴുകിയിരുന്നു. എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കാത്ത സമയങ്ങളിലൊക്കെ ഖുർആൻ അദ്ദേഹം കോപ്പി ചെയ്തിരുന്നു. അദ്ദേഹം മറ്റ് പുസ്തകങ്ങളിലേക്കൊക്കെ അത് അതേപടി എഴുതാനായിട്ട് തുടങ്ങി. അത് പൂർണ്ണമായിട്ടും എഴുതി തീർന്നതിന് ശേഷം വീണ്ടും ആദ്യം മുതൽ ഖുർആൻ എഴുതാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥിക്കുക, ഖുർആൻ ഇങ്ങനെ കോപ്പി ചെയ്യുക, പ്രാർത്ഥിക്കുക, ഖുർആൻ കോപ്പി ചെയ്യുക. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തിന് ഭരിക്കാനുള്ള സമയമൊന്നുമില്ല. ഭരണകാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചു, ഗിയാസുദ്ദീൻ ബാൽബൻ അതിശക്തനായിട്ടുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഒരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹം ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരം ചാഹൽഗാനി എന്ന് പറയുന്ന ആ 40 തുർക്കികളുടെ സ്ട്രെങ്ത് കുറയ്ക്കുക എന്നതായിരുന്നു. അവരെ അങ്ങ് ദുർബലരാക്കി. കൂടാതെ രാജാവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രതിപുരുഷന് മുകളിലായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാഹൽഗാനികൾക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് അദ്ദേഹം ഒരു നിയമം തന്നെ പാസാക്കി. സുൽത്താനെതിരെ ആരെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ബാൽബനെതിരെ മോശമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതായിട്ട് ഒരു ഗോസിപ്പ് പരക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണരീതി അത് നിണവും ഇരുമ്പും ചേർന്നതായിരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് അയൺ ആയിരുന്നു. നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണരീതി എന്നൊക്കെ പറയുമല്ലോ. ആരെങ്കിലും രാജ്യ അധികാരത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറു വിരൽ അനക്കിക്കഴിഞ്ഞാൽ അവരെ കൊന്നു തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമാണ്. ഏതെങ്കിലും രീതിയിൽ രാജാവിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ എന്തെങ്കിലും റിബല്യൻസ് നടപ്പിലാക്കാനോ അവർ ശ്രമിച്ചിരുന്നില്ല. ഇത് കാരണം ആ കാലഘട്ടത്തിലെ ഭരണം വളരെ മികച്ചതും വളരെ സ്റ്റേബിളായിട്ടുള്ളതുമായിരുന്നു. രാജ്യഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സുൽത്താനെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകമായിട്ട് അനവധി സ്പൈകളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പൈകളെ നിരീക്ഷിക്കാനായിട്ട് വേറെയും ചില സ്പൈകളെ നിയമിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്പൈ വേറെ ആളുകളെ നിരീക്ഷിക്കുക എന്ന് കരുതുക. ആ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി ഒരുപക്ഷെ ഒരു സ്പൈ ആയിരിക്കാം, അല്ലെങ്കിൽ ആ നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി ഈ സ്പൈയുടെ സ്പൈ ആയിരിക്കാം. ആ സ്പൈ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള ഒരു സ്പൈ ആയിരിക്കാം. വളരെ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്പൈ സിസ്റ്റം തന്നെ ബാൽബൻ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരെയും ഭയമാണ്. തൊട്ടടുത്തുള്ളത് ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, പക്ഷേ അത് ബാൽബൻ്റെ സ്പൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. 1266 നസറുദ്ദീൻ മഹമൂദ് മരണമടഞ്ഞു. അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഖുറാനിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാക്രമത്തിലായിരുന്നു. അത് വിവർത്തനം ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം അതേപടി പകർത്തി എഴുതുക മാത്രമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ മാത്രമാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
അടുത്ത രാജാവായിട്ട് അടുത്ത സുൽത്താനായിട്ട് ബാൽബൻ സ്വാഭാവികമായിട്ട് മാറി. വളരെ മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. കൂടാതെ പവർഫുള്ളാണ്. അദ്ദേഹത്തെ അല്ലാതെ വേറെ ആരെങ്കിലും ഒരു ചക്രവർത്തിയായിട്ട് നിയമിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ബാൽബൻ അടുത്ത സുൽത്താനായിട്ട് അധികാരത്തിലേറി. ബാൽബൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുൻപുള്ള കാലഘട്ടത്തിലും മംഗോൾസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഡൽഹിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഡൽഹിയുടെ നോർത്ത് ഈസ്റ്റ് മേഖലകളിലായിട്ടാണ് ആ കാലഘട്ടത്തിൽ മംഗോൾസ് ഉണ്ടായിരുന്നത്. ഈ മംഗോൾസ് പല ഘട്ടങ്ങളിലായിട്ട് ഈ പ്രദേശത്ത് വന്ന് അവിടുത്തെ പല ഗ്രാമങ്ങളിലുണ്ടായിരുന്ന സ്വത്തുക്കൾ കവർന്നെടുക്കുകയും അവിടുത്തെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തടയിടാനായി കുറേ കൂടെ മികച്ച ഒരു സൈനിക ബലം ബാൽബൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഈ മേഖലകളിലൊക്കെ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും മംഗോൾസിൻ്റെ തുടർന്നുള്ള ആക്രമണങ്ങൾക്ക് തടയിടുകയും ചെയ്തിട്ടുണ്ട് ബാൽബൻ. ബാൽബന് മുമ്പുണ്ടായിരുന്ന ദുർബലരായിട്ടുള്ള സുൽത്താൻമാരുടെ പ്രവർത്തനങ്ങൾ കാരണം ഡൽഹി സുൽത്താനേറ്റ് വളരെയധികം ക്ഷയിച്ചു പോയിരുന്നു. അങ്ങനെ ക്ഷയിച്ചു പോയിരുന്ന ഡൽഹി സുൽത്താനേറ്റിനെ പഴയ ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു ശക്തിയിലേക്ക്, അതുമല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള ഒരു ശക്തിയിലേക്ക് എത്തിച്ചത് ബാൽബനാണ്. മംഗോൾസിൽ നിന്നുമുള്ള ആക്രമണത്തിന് തടയിടാനായിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ പ്രിൻസ് മുഹമ്മദിനെയാണ്. മംഗോൾസ് തങ്ങളുടെ ഗ്രാമത്തെ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നടപടിക്രമങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഇതേ ബാൽബൻ തന്നെ രാജ്പുത്തിൻ്റെ പല ഗ്രാമങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട്. പല ഗ്രാമങ്ങളെയും ആക്രമിക്കുകയും അവിടെ കൊള്ളകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചരിത്രത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. ബാൽബൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരു രീതിയിലും സ്ത്രീകളെ മോശക്കാരാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു വ്യക്തിയായിട്ട് ആരും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യങ്ങൾ മികച്ച രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകനായ പ്രിൻസ് മുഹമ്മദ് മരണമടയുന്നത്. മംഗോൾസിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ബാൽബൻ്റെ ജീവിതത്തെ ബാധിച്ചു. അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പിന്നീടുള്ള കാലഘട്ടം മുഴുവനും കഴിച്ചു കൂട്ടിയത്. അദ്ദേഹം വളരെ ഡിപ്രസ്ഡായി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം വീക്കായി. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റും അല്പം വീക്കായിക്കൊണ്ടിരുന്നു. 1287 ബാൽബൻ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത അധികാരിയായി അടുത്ത സുൽത്താനായിട്ട് മാറേണ്ടത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ കൈഖുസ്രു ആണ്. പക്ഷേ ചാഹൽഗാനിക്ക് ആ കൈഖുസ്രുവിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, കൊച്ചു പയ്യനാണ് കൈഖുസ്രു, പിന്നെ അതിനുള്ള ക്യാപ്പബിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽബൻ്റെ മറ്റൊരു കൊച്ചുമകനായിട്ടുള്ള കൈക്കോബാദിനെ അധികാരസ്ഥാനത്തേക്ക് എത്തിക്കാം. അങ്ങനെയാണ് കൈക്കോബാദ് സുൽത്താനായിട്ട് മാറുന്നത്. പക്ഷേ കൈക്കോബാദിന് ഈ അധികാരത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും സ്ത്രീകളുടെയും മദ്യത്തിൻ്റെയും പിന്നാലെയായിരുന്നു. അദ്ദേഹം ആ രാജ്യത്തെ അനവധി സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലായ്പ്പോഴും മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു. മദ്യത്തിൻ്റെ ലഹരി കാരണം പലപ്പോഴും അദ്ദേഹത്തിന് ചിന്താശേഷി പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോർട്ടിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരുന്നു. നോബിൾമെൻ ചാഹൽഗാനികളാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ചാഹൽഗാനികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് എന്ന പേരിലൊക്കെയാണ് പല രീതിയിലുള്ള ഈഗോ ക്ലാഷുകളൊക്കെയാണ് ആ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നോബിൾമെന്നുകളുടെ ഇടയിൽ അതിവിദഗ്ധനായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജി പ്യുവറായിട്ടുള്ള ഒരു ടർക്കിഷുകാരനായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പ്യുവറായിട്ടുള്ള ടർക്കിഷുകാർക്കാണ് ഏറ്റവും കൂടുതൽ മേന്മ അല്ലെങ്കിൽ മുൻഗണന ലഭിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു ഹാഫ് ടർക്കിഷ് ഹാഫ് അഫ്ഗാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ചാഹൽഗാനികൾ ഇദ്ദേഹത്തെ കാര്യമായിട്ട് ഗവനിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ ഗൗരവമൊന്നും ഇദ്ദേഹത്തിന് ആവശ്യമില്ല. കാരണം ഇദ്ദേഹം വളരെ പവർഫുള്ളായിട്ടുള്ള, കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന, മറ്റുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അധികാരം പിടിച്ചടക്കാൻ ഇതൊരു സുവർണ അവസരമാണെന്ന് ജലാലുദ്ദീൻ ഖിൽജിക്ക് മനസ്സിലായി. അതിന് അദ്ദേഹത്തിന് പ്രധാനമായിട്ട് വേണ്ടത് സൈനികരുടെ ബലമാണ്. ചാഹൽഗാനികളിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയൊന്നുമില്ല. എല്ലാവരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, പരസ്പരം അടിയിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒപ്പം ആർമി ഉണ്ടെങ്കിൽ ഈ ചാഹൽഗാനികളെ വളരെ ഈസി ആയിട്ട് തന്നെ നശിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത്, അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ചക്രവർത്തിയായിട്ട് മാറാൻ പോലും അല്ലെങ്കിൽ സുൽത്താനായിട്ട് മാറാൻ പോലും തനിക്ക് സാധിക്കുമെന്ന് ജലാലുദ്ദീൻ ഖിൽജി അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മിലിറ്ററിയെ കയ്യിലെടുക്കാൻ മിലിറ്ററിയിലുള്ള ആളുകൾക്ക്, ഉയർന്ന ഓഫീസേഴ്സിന്
കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തു. നിങ്ങൾക്ക് റെമ്യൂണറേഷൻ തരാം, പക്ഷേ അതിനുള്ള അധികാരം നിലവിൽ എനിക്കില്ല, അത് സുൽത്താനാണ് ഉള്ളത്. പക്ഷേ സുൽത്താന് നേരെ ചൊവ്വേ രണ്ട് കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി പോലുമില്ല. എന്നാൽ ഞാൻ സുൽത്താനാവുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഈ രാജ്യം ശരിക്കും ഭരിക്കാൻ പോകുന്നത്. മിലിറ്ററിയുടെ ഭരണത്തിലായിരിക്കും നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുക. അതിനുള്ള എല്ലാ നടപടികളും ഞാൻ മുന്നിട്ട് നടത്തും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. മിലിറ്ററിയുടെ സഹായം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം ആ വലിയ മിലിറ്ററിയുമായിട്ട് കോർട്ടിലേക്ക് നേരെ ചെന്നു. അവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന നോബിളിന് കാര്യമായിട്ട് ഇദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അവരുടെ പക്കൽ ആർമിയില്ല. ആർമി ഇല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ അധികാരം ഉപയോഗിച്ചിട്ട് ആർമിയെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അധികാരം തീർച്ചയായിട്ടും നഷ്ടമാകും. അങ്ങനെ ആർമിയുടെ പിൻബലത്തോടു കൂടി ജലാലുദ്ദീൻ ഖിൽജി അധികാരം പിടിച്ചടക്കുകയും അപ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന അപ്പോഴത്തെ ചക്രവർത്തിയായിരുന്ന കൈക്കൂബാദിനെ അദ്ദേഹം കൊന്നുകളഞ്ഞു. അതോടുകൂടി മാംലൂക്ക് ഡൈനാസ്റ്റിയുടെ, സ്ലേവ് ഡൈനാസ്റ്റിയുടെ അന്ത്യമാണ്. പക്ഷേ അത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്ത്യമായിരുന്നില്ല. ഒരു ഡൈനാസ്റ്റി മാറിയെന്ന് മാത്രം. പുതിയൊരു ഡൈനാസ്റ്റി ഇവിടെ ആരംഭിക്കുന്നു. അത് പ്യുവർ ടർക്കിഷ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി അല്ല. അത് ഹാഫ് അഫ്ഗാനി ആയിട്ടുള്ള, ഹാഫ് ടർക്കിഷ് ആയിട്ടുള്ള ഒരു ട്രൈബിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. അതാണ് ഖിൽജി ഡൈനാസ്റ്റി. ഖിൽജി എന്ന് പറയുന്നത് ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു ഗോത്ര സമൂഹമാണ്. ആ ഗോത്ര സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ പുതിയൊരു ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കാൻ പോവുകയാണ്. കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഈ ഒരു ഭരണം അവിടെ ഉണ്ടായിരുന്നത്, ഏകദേശം ഒരു 30 വർഷം. പക്ഷേ ആ 30 വർഷ കാലയളവിൽ വളരെ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജി പിന്നീട് അധികാരത്തിലേക്ക് വരികയും രജ്പൂത്തുകളുമായിട്ട് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. ചിറ്റോറിലെ റാണി പത്മിനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റാണി പത്മിനിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ വിശദമായി തന്നെ നമുക്ക് ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തെ മനസ്സിലാക്കാം. ഈ ഒരു എപ്പിസോഡിലല്ല, അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ഒരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള പഠന വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ബ്രൈറ്റ് കേരളേറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.